വാണിജ്യ വ്യാപാര സംഘർഷങ്ങൾ ആഗോള അന്തരീക്ഷത്തിൽ ശക്തമായി പ്രകടമാകുമ്പോൾ അതിനെയെല്ലാം നയതന്ത്രങ്ങളിലൂടെയും ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയും മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ. യുഎസുമായുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായി ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യാഴാഴ്ച ഫ്രാൻസ് സന്ദർശന വേളയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ കാണുകയും പ്രധാനമന്ത്രി മോദിയുടെ ഊഷ്മളമായ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ശക്തിയെ അടിവരയിടുന്നു. സമകാലിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെയും നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനായുള്ള പോസിറ്റീവ് വികാരങ്ങളെയും ആഴത്തിൽ അഭിനന്ദിക്കുന്നുവെന്ന് എക്സിലെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജയശങ്കർ പറഞ്ഞു. ഇന്ന് വളരാൻ ഏറ്റവും കൂടുതൽ ഇടം. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് പ്രവചിക്കുന്നു. ഫ്രാൻസുമായുള്ള പങ്കാളിത്തത്തെ പ്രശംസിക്കുന്ന ഫ്രാൻസിൽ EAM നടത്തിയ ഉന്നതതല ഇടപെടലുകളുടെ ഒരു പരമ്പരയ്ക്കിടയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. നേരത്തെ പാരീസിൽ നടന്ന ഫ്രാൻസിലെ അംബാസഡർമാരുടെ സമ്മേളനത്തെ ജയശങ്കർ അഭിസംബോധന ചെയ്തു. അവിടെ പ്രധാന ആഗോള മാറ്റങ്ങളെക്കുറിച്ചും ഇന്ത്യ ഫ്രാൻസ് സഹകരണത്തിന്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇന്ന് പാരീസിൽ നടക്കുന്ന ഫ്രാൻസിന്റെ അംബാസഡർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. വ്യാപാരം, ധനകാര്യം, സാങ്കേതികവിദ്യ, ഊർജം, വിഭവങ്ങൾ, കണക്ടിവിറ്റി എന്നിവയാൽ നയിക്കപ്പെടുന്ന സമകാലിക ആഗോള മാറ്റങ്ങൾക്ക് അടിവരയിടുന്നു. മാനസികാവസ്ഥയിലെ മാറ്റങ്ങളാണ് നിർണായക ഘടകം. ബഹുദ്രുവതയും തന്ത്രപരമായ സ്വയം ഭരണവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തത്തിന്റെ പ്രാധാന്യവും എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം ന്യൂഡൽഹി AI ഇംപാക്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നതിനാൽ അടുത്ത മാസം താൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞു. ഫ്രാൻസ് 24 പ്രകാരം നയതന്ത്ര സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. ബുധനാഴ്ച രാവിലെ ജയശങ്കർ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബരോട്ടുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം ഉയർത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. അതോടൊപ്പം സമകാലിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും പഴയ തന്ത്രപരമായ പങ്കാളികളിൽ ഒരാളായി ഫ്രാൻസിനെ വിശേഷിപ്പിച്ച ജയശങ്കർ ആഗോളവേദിയിൽ ബഹുദ്രുവതയ്ക്കും സജീവമായ ഇടപെടലിനും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് അടിവരയിട്ടു. അതേസമയം കഴിഞ്ഞ വർഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI ആക്ഷൻ ഉച്ചകോടിക്കായി ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് വിമാനത്തിൽ പ്രധാനമന്ത്രി മോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉന്നതതല ചർച്ചകൾ നടത്തിയതോടെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം പുതിയ ഉയരങ്ങളിലെത്തിയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞിരുന്നു. പ്രസിഡന്റ് മാക്രോണിന്റെ അസാധാരണ നടപടിയാണിതെന്നും ഇരു നേതാക്കൾക്കുമിടയിലുള്ള ആഴത്തിലുള്ള വ്യക്തിപരമായ വിശ്വാസത്തെ പ്രതിഫലിക്കുന്നതാണെന്നും മിശ്രി അവരുടെ സംഭാഷണത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി മോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രത്യേക സമ്മേളനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. വൈകുന്നേരം CEOമാരുടെ ഫോറം യോഗത്തിന് ശേഷം രണ്ട് നേതാക്കളും ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ വിമാനത്തിൽ ഒരുമിച്ച് മാർസിലിയയിലേക്ക് യാത്ര ചെയ്തു. ഇത് പ്രസിഡന്റ് മാക്രോണിന്റെ അസാധാരണമായ പ്രവൃത്തിയാണ്. രണ്ടു നേതാക്കളും തമ്മിലുള്ള ആഴത്തിലുള്ള വ്യക്തമായ വിശ്വാസത്തിന്റെ മാത്രമല്ല, അവർ പരസ്പരം പുലർത്തുന്ന ശ്രദ്ധേയമായ ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാണത് ബന്ധത്തിന്റെ സവിശേഷതയാണെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.